ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ MPCE 021 ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 3യിലുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി നമ്മളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് 3യിലും 4 യൂണിറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് HIV ഓർ എയ്ഡ്സ് കൗൺസിലിംഗ് ആണ്. ഈ ഒരു യൂണിറ്റിൽ എന്താണ് HIV എന്നുള്ളതും അതിനുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്, അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ്, HIV എയിംസ് കൗൺസിലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള എയിം എന്താണ്, ആരൊക്കെയാണ് കൗൺസിൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിംഗ്, അതിൻ്റെ നീഡ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സ് കൗൺസിലിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ പറയുന്നത് ഒരു കുട്ടിയുടെ എന്താണ് ഒരു കുട്ടിയെന്നും അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അവരുടെ പ്രൊട്ടക്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം, അവർക്ക് എന്തൊക്കെ വിധത്തിലുള്ള കൗൺസിലിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ നാലാമത്തെ എന്ന് പറയുന്നത് അഡിക്ഷൻ ഓർ ആങ്സൈറ്റി കൗൺസിലിംഗ് ആണ്. ഇതിൽ എന്താണ് അഡിക്ഷൻ, എന്തൊക്കെ ആങ്സൈറ്റീസ് ആണ് ഉണ്ടാവുക, അതിൽ നിന്ന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഇതിലെ ചെറിയ ഭാഗം നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ചാപ്റ്ററിലെയും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതുപോലെ 10 മാർക്കിന് ഏതാണ് വന്നിട്ടുള്ളത്, 6 മാർക്കിന് ഏതാണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ യെല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത് 10 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ളത് 6 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനും, ബ്ലൂ മാർക്ക് ചെയ്തിട്ട് 3 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 10 മാർക്കിനുള്ള വന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഇതിലെ മിസ്കൺസെപ്ഷൻസും അതുപോലെ തന്നെ എയിം ഓഫ് HIV ഓർ എയ്ഡ്സ് കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് 10 മാർക്കിനായിട്ട് ഡിസംബർ 2022 ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എയിമും അതുപോലെ കൗൺസിലിംഗ് ദ എയ്ഡ്സ് പേഷ്യൻറ്റിൻ്റെ ഫാമിലിയും അത് രണ്ടും ആയിട്ട് നമുക്ക് ഫെബ്രുവരി 21 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിലുള്ള എയിം ഓഫ് HIV ഓർ എയ്ഡ്സ് കൗൺസിലിംഗ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അത് നമുക്ക് 6 മാർക്കിനും 3 മാർക്കിനും അതുപോലെ തന്നെ 10 മാർക്കിനുമായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്തായാലും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ് എയിം ഓഫ് HIV ഓർ എയ്ഡ്സ് കൗൺസിലിംഗ് എന്നുള്ളത്. അതുപോലെ തന്നെ ഹൗ ഡസ് ഇറ്റ് ട്രാൻസ്മിറ്റ്, സൈൻ ആൻഡ് സിംറ്റം ഓഫ് HIV എയ്ഡ്സ് എന്നുള്ളതും നമുക്ക് 6 മാർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ ഡസ് ഇറ്റ് ട്രാൻസ്മിറ്റ് എന്നുള്ളത് 3 മാർക്കിനും, സൈൻ ആൻഡ് സിംറ്റം ഓഫ് HIV 3 മാർക്കിനായിട്ട് വന്നിട്ടുണ്ട്. 17-നും അതുപോലെ തന്നെ ജൂൺ 2023 ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് നോക്കുമ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 10 മാർക്കിന് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് മീനിങ് ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിങ്ങും, അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് വൊക്കേഷണൽ കൗൺസിലിങ്ങും, അതുപോലെ തന്നെ നീഡും സ്കോപ്പുമായിട്ടും നമുക്ക് 10 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതിലെ നീഡും അതുപോലെ തന്നെ സ്കോപ്പുമാണ് നമുക്ക് 10 മാർക്കിനും 6 മാർക്കിനുമായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് എന്നുള്ളത്. അതായത് ഓരോ വിഭാഗത്തിലും എലമെൻ്ററി സ്റ്റേജിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്റ്റേജിലും എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത് എന്നുള്ളതിന് ഈ ഒരു ഭാഗം നമുക്ക് 6 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇതിലെ ക്വസ്റ്റ്യൻസ് പൊതുവെ ഇങ്ങനെ ഉണ്ടാവുക: എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലോട്ട് കിടക്കാം. മൂന്നാമത്തെ യൂണിറ്റാണ് ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് 3 മാർക്കിനും 10 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളത് നോക്കാം.
വാട്ട് ആർ ചൈൽഡ് റൈറ്റ്, ചൈൽഡ് പ്രൊട്ടക്ഷൻ, ചൈൽഡ് റൈറ്റ് കൗൺസിലിംഗ്, അതിൽ തന്നെ വൾണറബിൾ ചൈൽഡാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് 10 മാർക്കിനായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗം എന്നുള്ളത് ഒന്നിക്കിൽ 2 എണ്ണം കൂടിയിട്ട് ഒരുമിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മാത്രമായിട്ട് ചോദിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിൽ തന്നെയുള്ള ചൈൽഡ് റൈറ്റ് കൗൺസിലിങ്ങിൽ തന്നെ ചൈൽഡ് അബ്യൂസ്, സ്ട്രീറ്റ് ചിൽഡ്രൻ ഇതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. December 19, ജൂൺ 18, ജൂൺ 2022, അതുപോലെ തന്നെ 21, 17, 23, അങ്ങനെ ഒരുപാട് തവണ 6 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആയിട്ട് നമുക്ക് ഇത് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് ചൈൽഡ് അബ്യൂസ്, ഡിസ്ക്രൈബ് കൗൺസിലിംഗ് ഫോർ ചൈൽഡ് അബ്യൂസ് എന്ന രീതിയിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം ക്വസ്റ്റ്യനായിട്ട് വരാറുള്ളത്. ഇത് 10 മാർക്കിനായിട്ടും വരാറുണ്ട്, 6 മാർക്കിനും വരാറുണ്ട്, അതുപോലെ തന്നെ 3 മാർക്കിനായിട്ടും വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊന്നാണ് ചിൽഡ്രൻ്റെ റൈറ്റ്, അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. ചിൽഡ്രൻസിൻ്റെ എന്തൊക്കെയാണ് റൈറ്റ് എന്നുള്ളത് അതും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് 6 മാർക്കിനും 3 മാർക്കിനൊക്കെ ആയിട്ട് December 2022 അതുപോലെ തന്നെ 21 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻസിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതും ചൈൽഡ് പ്രൊട്ടക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് കൗൺസിലിംഗ്, അതിൽ മെയിൻ വരുന്നത് വൾണറബിൾ ചൈൽഡും ചൈൽഡ് അബ്യൂസും സ്ട്രീറ്റ് ചിൽഡ്രനുമാണ്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ നോക്കാം. അഡിക്ഷൻ ഓർ ആങ്സൈറ്റി കൗൺസിലിംഗ് എന്നാണ്. അപ്പോൾ ഇതിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് 10 മാർക്കിന് ഇതിൽ നിന്ന് ആകെ ഒരു തവണ മാത്രമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് ട്രീറ്റ്മെൻറ്റ് ഫോർ അഡിക്ഷൻ ആൻഡ് ആങ്സൈറ്റി എന്നുള്ളത്. അതിന് നമുക്ക് 6 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഫോർ അഡിക്ഷൻ ആൻഡ് ആങ്സൈറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ 6 മാർക്കിന് വന്നിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അഡിക്ഷനെ കുറിച്ചാണ്. 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒന്നുകിൽ ഇതിലുള്ള 3 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കാം ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഫോർ അഡിക്ഷൻ ആൻഡ് ആങ്സൈറ്റിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ നമ്മളുടെ ബ്ലോക്ക് 3 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇനി ഇതിലെ ഒരു വീഡിയോ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ബ്ലോക്ക് 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.